morning, guys. സുഖം എല്ലാവർക്കും. സോ ദിസ് ഈസ് ദ 15th ഡേ ഓഫ് മൈ ചാലഞ്ച്. 15ാമത്തെ ദിവസമാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ 15 ദിവസം എനിക്ക് ഈ ചാലഞ്ച് ഞാൻ ഈ രീതിയിൽ കൊണ്ടുപോകുന്നത് എനിക്ക് യാതൊരു തരത്തിലുള്ള ഉറപ്പും ആദ്യം ഇല്ലായിരുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. എനിക്കത് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. നേരത്തെ എണീക്കുക എന്നുള്ളൊരു ഗോളാണ് എനിക്ക് ഫസ്റ്റ് വേണ്ടത്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് താമസിച്ചായിരുന്നു എണീറ്റുകൊണ്ടിരുന്നത്. ഏകദേശം കോളേജിൽ പോകുന്ന ദിവസമാണെങ്കിൽ പോലും ഒരു അരമണിക്കൂർ മുമ്പ് എണീക്കുക, അല്ലെങ്കിൽ 3/4 മണിക്കൂർ മുമ്പ് എണീക്കുക, പെട്ടെന്ന് എണീറ്റ് റെഡിയായി പോവുക, ഫുഡ് കഴിക്കാതെ പോവുക. അല്ലെങ്കിൽ കോളേജിൽ പോകാത്ത ദിവസമാണെങ്കിലും ഭയങ്കരമായിട്ട് താമസിച്ച് എണീക്കുക, അല്ലെങ്കിൽ 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുക. സോ ഇതായിരുന്നു ഞാൻ ലേസി ആയിട്ടായിരുന്നു ഞാൻ ചെയ്യുന്നത്. പറഞ്ഞ പോലെ പണ്ട് ഞാൻ നേരത്തെ എണീക്കുമായിരുന്നു കോളേജിൽ പോകുന്ന സമയത്ത്. പക്ഷേ ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യമായിട്ടൊക്കെ നേരത്തെ എണീക്കുമായിരുന്നു. പക്ഷേ ഇപ്പം പിന്നെ എനിക്ക് കോളേജൊക്കെ കഴിഞ്ഞു, ഭയങ്കര ലേസി ആയിട്ട് താമസിച്ച് എണീക്കാൻ തുടങ്ങി. സോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം എനിക്കൊരു മാറ്റം വേണമെന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ്. സോ എൻ്റെ ഏറ്റവും ആദ്യത്തെ ഗോൾ നേരത്തെ എണീക്കുക, ആദ്യം കാര്യങ്ങളൊക്കെ ചെയ്യുക. എൻ്റെ സെക്കൻഡ് വാസ് എന്തെങ്കിലും മെഡിറ്റേഷൻ, എക്സസൈസ്, പിന്നെ ഡെയിലി പ്ലാനിങ്. ഇതെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്യുക. ആ ഡെയിലി പ്ലാനിങ്ങിനകത്ത് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ജേർണലിങ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു ഓരോ കൃത്യസമയം. പിന്നെ ബോഡിക്ക് ഒരുപാട് ഇത് കൊടുക്കാതിരിക്കുക എന്നൊക്കെ ഉള്ളത് എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. ഈ പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഫുള്ള് 100% പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നൊന്നും ഞാൻ പറയില്ല. ബട്ട് എനിക്ക് കൂടുതലും മെയിൻ എൻ്റെ ഫോക്കസ് എന്തായിരുന്നു വെച്ചാൽ നേരത്തെ എണീക്കുക എന്നുള്ളതായിരുന്നു. അത് ഈ 15 ദിവസവും അവധി ദിവസങ്ങൾ പോലും, അതായത് ശനി ഞായർ പിന്നെ അല്ലാത്ത ഹോളിഡേയ്സ് പോലും ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട്. ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ്. എനിക്ക് നേരത്തെ എണീക്കാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ 15 ദിവസം ചെയ്തെങ്കിൽ ബാക്കി 15 ദിവസം മാത്രമല്ല, ഇനിയുള്ള സമയങ്ങളിലെല്ലാം എനിക്ക് നേരത്തെ എണീക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആൻഡ് അതായിരുന്നു എൻ്റെ മെയിൻ ഗോൾ, നേരത്തെ എണീക്കുക എന്നുള്ളത്. സോ ഐ ആം സോ ഹാപ്പി. ബട്ട് ഞാൻ ഇന്ന് എണീറ്റപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി എന്താ പറയുക, 3-4 മണിയായപ്പോൾ ഓൾറെഡി ഞാൻ കണ്ണ് തുറന്നു. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം എന്താണെന്നറിയില്ല, ഇന്നലെ രാത്രി തൊട്ട് തലയ്ക്ക് ഭയങ്കര ഒരു വിഷമം മീൻസ് ഇൻ ദ സെൻസ്, മേ ബി എനിക്ക് തോന്നുന്നു വീട്ടിലൊക്കെ പോകാൻ നമുക്കൊരു മെൻ്റലി നമ്മൾ ടയർഡായിട്ടിരിക്കുന്നൊരു സാഹചര്യം വരുമല്ലോ. നോട്ട് ബിക്കോസ് എനിത്തിങ് റോങ്, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ലെന്നോ, അല്ലെങ്കിൽ അയ്യോ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ആ ഒരു സാധനം അല്ല. ബട്ട് സംതിങ് റോങ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. സോ എനിക്ക് രാവിലെ എണീറ്റപ്പോഴും ആ ഒരു ചെറിയ എന്തോ പോലെ ഉണ്ട്. അപ്പം ഞാനിന്ന് മെഡിറ്റേഷൻ ഒന്നും ചെയ്യുന്നില്ല. മെഡിറ്റേഷൻ മീൻസ് ലിറ്ററലി നല്ല ഫോക്കസ് വേണം. സോ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇന്ന് ചെയ്യുന്നില്ല. എല്ലാം ഉണ്ട്, ബട്ട് സംതിങ് ഈസ് മിസ്സിങ് പോലുള്ളൊരു ഫീൽ. സോ ഞാൻ വിചാരിച്ചു നേരെ വരയ്ക്കാനും എഴുതാനും ഒക്കെ ഇരിക്കാമെന്ന്. കാരണം ഐ ഡോണ്ട് വോണ്ട് ടു, ഞാൻ എണീറ്റിട്ടും കുറേ നേരം ഇങ്ങനെ ചിന്തിച്ചൊക്കെ ഇരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും മെഡിറ്റേഷൻ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് എന്തെങ്കിലും എന്താ പറയുക, എനിക്ക് മൈൻഡ് ഒന്ന് കൂളാവുന്ന എന്തെങ്കിലും ചെയ്യണമെന്നാണ് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരെ എഴുതാം, മനസ്സിൽ എന്താണ് വരുന്നതെന്ന് വെച്ച് എഴുതാം, എന്നിട്ട് വരയ്ക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. ചില ദിവസങ്ങളിൽ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നാറില്ല. സോ ടുഡേ ഈസ് ലൈക്ക് ആ ഒരു ഡേ ആണ്. ഇപ്പോൾ എഴുതാനിരുന്നിട്ടും കുറേ നേരം എഴുതി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ എന്തായി എഴുതി കഴിഞ്ഞിട്ട് ഐ ഫീൽ ലൈക്ക് എന്തോ പോലെ. ഓക്കെ, നമുക്ക് 9 മണിക്ക് കോളേജുണ്ട്. നമുക്ക് കോഫിയൊക്കെ ഇട്ട് കഴിക്കാം, എന്നിട്ട് ഫുഡ് റെഡിയാക്കി കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് എന്തെങ്കിലും നല്ലത് തരത്തില്ലേ, അതാണ് തടുത്ത്. ദോശ ഇന്ന് റെഡിയായി, കറക്റ്റായിട്ട് വന്നു. അപ്പം ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ല മൂടില്ലായിരുന്നു. രാവിലെ എന്തോ സോൺ ഔട്ടായിട്ടൊക്കെയാണ് എണീറ്റത്. അപ്പം ഞാൻ അങ്ങനെ വെച്ചിട്ടാണ് പോയി ദോശ ചൂടാമെന്നൊക്കെ പറഞ്ഞ് പോയത്. ശരി, പോയി ദോശ ചൂടാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സോൺ ഔട്ടായിട്ട് മൂഡ് ഓഫ് ആയിട്ട് ഇരുന്നിട്ടാണ് ഞാൻ പോകുന്നത്. ദോശയൊക്കെ ചൂടാം, പതുക്കെയൊക്കെ ചുട്ട് നോക്കാമെന്നൊക്കെ. പക്ഷെ ആദ്യം ചുട്ടതിൽ അപ്പം ഞാൻ ആ ഒരു സോൺ ഔട്ടിലൂടെയാണ് ഞാൻ ആ ദോശ ചൂടാനായിട്ട് പോയത്. പക്ഷേ ആദ്യം ചുട്ടപ്പോൾ തന്നെ റെഡിയായി. ചില സാധനങ്ങൾ നമുക്ക് തോന്നില്ല, ദൈവം ശരി നീ ഇങ്ങനെ ഇരിക്കണ്ട, നീ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കണ്ട, നീ നന്നായിട്ട് ഇരിക്കുക, നിന്റെ ജീവിതത്തിലെല്ലാം നന്നാവും എന്നൊക്കെ നമുക്ക് കാണിച്ചിരുന്ന സമയമുണ്ടല്ലേ. ഞാൻ ഇത്രയും ദിവസം മര്യാദയ്ക്ക് ചുട്ടപ്പം ദോശ റെഡിയായില്ല. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ദോശ വന്നിട്ടുണ്ട്. നല്ല വെയിലുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നപ്പോൾ കരണ്ടും പോയി. നൈസ് ഡേ റൈറ്റ്. സ്വന്തമായിട്ട്
ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് വന്നു, കുളിച്ചിട്ടൊക്കെ വന്നു, മേല് കഴുകി വന്നിരിക്കുകയാണ്. സോ ഞാൻ എൻ്റെ വ്ളോഗ് ഇന്ന് ഇവിടെ എൻഡ് ചെയ്യാണ്. വിച്ച് മീൻസ് കുറേ പേര് കാണാനുള്ളത് കൊണ്ട് ഞാനിത് പറയല്ല, ബട്ട് ഐ ഹാവ് ടു ടെൽ ദിസ് ലൈക്ക് എന്താണെന്ന് വെച്ചാൽ എവറി ഡേ ഈസ് നോട്ട് സെയിം ഫോർ എവറി വൺ, യു നോ. ഐ എം നോട്ട് ഫിസിക്കലി ടയർഡ്, ഐ എം ആക്ച്വലി മെൻ്റലി ടയർഡ്. ഐ ഡോണ്ട് നോ എന്താ പറയുക, ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ പ്രോബ്ലം, ബട്ട് ഐ എം ലിറ്ററലി മെൻ്റലി ടയർഡ്. എന്തുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്നോ എനിക്കറിയില്ല. അപ്പം ഞാനിപ്പോൾ കോളേജിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഐ ഡോണ്ട് ഹാവ് ദ മൂഡ് ടു ടേക്ക് വീഡിയോസ്, എനിക്കില്ല. ഓക്കെ, അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്കിനി 4-5 പടങ്ങളും കൂടി വരയ്ക്കാനുണ്ട്, അത് ചെയ്യാം. പിന്നെ എനിക്ക് മാനുവൽസ് എഴുതാനുണ്ട്, അതും കൂടി എഴുതി എൻ്റെ മാത്രമായിട്ട് കുറച്ച് സമയങ്ങൾ എനിക്ക് ചിലവഴിക്കാൻ തോന്നുന്നുണ്ട്. മേ ബി ഇന്ന് ഐ നോ ദിസ് ഇസ് മൈ 15th ഡേ ഓഫ് ചലഞ്ചാണ്. ഞാൻ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, എനിക്കറിയാം അത്. ഐ ഷുഡ് ബി ഹാപ്പി, നല്ല രീതിയിൽ ഇരിക്കണം, പോസിറ്റീവായിട്ട് ഇരിക്കണം എന്ന് എനിക്കറിയാം. ബട്ട് എനിക്ക് പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ കാരണം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. സോ കാരണം എന്ത് തന്നെയാണെങ്കിലും ഇന്ന് ഐ ഷുഡ് റിക്കവർ ആയിട്ട് എനിക്കത് മാറണം. അത് ഞാൻ എന്നെ പ്രഷർ ചെയ്യല്ല, ബട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ചിലപ്പം വിഷമം ഉണ്ടാക്കിയത്. അപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ചിലപ്പോൾ അവർക്കും ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവും, അല്ലെങ്കിൽ അവർക്കും ഇത് വിഷമം ഉണ്ടാക്കും. സോ എനിവേ ഞാൻ വിചാരിച്ചു ഫോർ ദാറ്റ് ഞാൻ വിചാരിച്ചു ഇനി വീഡിയോസ് ഒന്നും എടുക്കണ്ട. അതായത് ഇന്നത്തേക്ക് വ്ളോഗ് എന്ത് ചെയ്യാം, നാളെ ഒരു നല്ലൊരു ദിവസമായിട്ട് എൻ്റെ 16ാമത്തെ ഇടയാണ് ചലഞ്ചിൻ്റെ, അത് നല്ല രീതിയിൽ തുടങ്ങാം, വീഡിയോ എടുക്കാം, സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് വാട്ട് എവർ ഹാപ്പൻസ്, നമുക്ക് എന്തുണ്ടെങ്കിലും മാനസികമായിട്ട് നമ്മൾ തളർന്നാലും ഒക്കെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. സംഭവിച്ചാലും നമ്മൾ പിറ്റേന്ന് ഇന്ന് എനിക്കൊരു കാര്യം സംഭവിക്കുന്നു, മറിഞ്ഞു വീണു നോക്കാം, നാളെ എണീറ്റ് നമുക്ക് പോയേ പറ്റും. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, നമ്മളത് ഓടിക്കൊണ്ടിരുന്നേ പറ്റും. ഓക്കെ, പണ്ടൊക്കെ ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അമ്മയും അച്ഛനും ഒക്കെ ഓരോ രാവിലെ അമ്മയ്ക്ക് എന്ത് വയ്യെങ്കിലും അമ്മ രാവിലെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കി തരും, വെച്ച് ജോലി ചെയ്യും, അടുക്കളയിൽ കയറും. ആൻഡ് ഐ വാസ് ലൈക്ക് ഹൗ ഇതൊക്കെ അവരെങ്ങനെ ചെയ്യുന്നു ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു. ബിക്കോസ് ഞാൻ ആ ഒരു സിറ്റുവേഷൻ, മേ ബി ദിസ് ഈസ് മൈ മെച്യൂരിറ്റി ടോക്കിംഗ്, എനിക്കറിയില്ല. ബട്ട് ഇത് എത്രയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ല. ഇന്ന് ഐ എം നോട്ട് ഫിസിക്കലി വീക്ക്, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറയില്ല, വീണതിൻ്റെ നടുവേദന ചെറുതായിട്ടുണ്ട്, ബട്ട് അതെനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഇന്ന് എനിക്ക് ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ക്ലാസ്സിൽ പോയപ്പോൾ ഇറ്റ് വാസ് ഫൈൻ, ഓക്കെ ആയിരുന്നു, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊന്ന് സംസാരിച്ചു. ബട്ട് മൈൻഡിൽ നിന്നൊന്നും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനോ പറയാനോ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയില്ല. പിന്നെ എനിക്ക് ഇന്നൊരു കാര്യം മനസ്സിലായത്, എൻ്റെ മെയിൻ പ്രശ്നം, ഞാൻ ഈ ചലഞ്ച് ചെയ്യാനും മെയിൻ കാരണം തുടങ്ങിയത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് നേരത്തെ എണീക്കണമായിരുന്നു, എൻ്റെ ടൈം മാനേജ്മെന്റ് ഭയങ്കര ബോറായിരുന്നു. സോ അത് ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ചലഞ്ച് എൻ്റെ ബോഡിയും അതുപോലെ എൻ്റെ മൈൻഡും അത് അക്സെപ്റ്റ് ചെയ്തു ആ ചലഞ്ച്. അതുകൊണ്ട് ഞാൻ രാവിലെ എണീക്കുന്നുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് ഇനഫ് ടു ഡു സം തിങ്സ് എന്ന് എനിക്ക് മനസ്സിലായി. അത് മാത്രം പോരാ, നമുക്ക് നല്ല രീതിക്ക് എന്താ എനിക്കത് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ വന്നാലും എനിക്കൊരു കാര്യം മനസ്സിലായത്, എന്ത് വന്നാലും ചില സമയത്ത് മറിഞ്ഞ് വീണ് കിടക്കുന്നിടത്ത് നിന്ന് നമ്മൾ എണീറ്റ് ഓടിയാലേ പറ്റൂ. ആ കാര്യം നിർബന്ധിക്കുന്നതുകൊണ്ടല്ല, ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്, ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ എൻ്റെ മനസ്സിൽ ഇന്ന് ഫുൾ ഓടി ചെയ്ത് ഞാൻ ഇത്രയും മെൻ്റലി വേണമെങ്കിൽ എനിക്കിവിടെ എനിക്ക് ലീവ് എടുത്തിട്ട് എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ എനിക്ക് മെൻ്റലി ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് എനിക്ക് കിടന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ എനിക്ക് ക്ലാസ് കട്ട് ചെയ്യാം, എനിക്ക് ചെയ്യാമായിരുന്നു. ഉച്ചയ്ക്ക് വേണമെങ്കിൽ എനിക്ക് പ്രാക്ടിക്കൽ കട്ട് ചെയ്യായിരുന്നു. ബട്ട് ഐ ചൂസ് നോട്ട് ടു ഡു ദാറ്റ്. ഞാനത് ചൂസ് ചെയ്തില്ല. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ചൂസ് ചെയ്തത്, എനിക്ക് പോകാൻ മൂടില്ല, സോ എവിടെ കിടക്കുമെന്ന് പറഞ്ഞ് ഞാൻ കിടന്നേനെ. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ കിടന്നിട്ടുണ്ട്, മൂടില്ലാത്തതുകൊണ്ട് പോയിട്ടില്ല. പക്ഷേ ഇന്ന് ഐ ചൂസ് ടു ഗോ. ആൻഡ് എനിക്ക് ഇത് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം. ഞാൻ നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്യാനായിട്ട്. 1-2 ആൾക്കാർ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷേ എനിക്ക് അവരോട് പറയണം, നിങ്ങൾ മാത്രമല്ല ഒറ്റയ്ക്ക് ഇതൊക്കെ ഫേസ് ചെയ്യുന്നത്, ഞാനും ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ഒരാൾക്കെങ്കിലും മനസ്സിലായാൽ മേ ബി ചിലപ്പോൾ അവർ കുറച്ചുകൂടി റിക്കവർ ആവും. എനിക്ക് അങ്ങനെ റിക്കവർ ആവാൻ തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാനത് ഫോഴ്സ് ടു ഡു ഇറ്റ് ബിക്കോസ് ഞാൻ അങ്ങനെ പറയാൻ കാരണം അറ്റൻഡൻസ് വേണം. അറ്റൻഡൻസ് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് സാറിൻ്റെ പറഞ്ഞ സാർ എനിക്ക് മൂടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് നത്തിങ് വർക്ക്സ്. പ്രത്യേകിച്ച് പ്രൊഫസേഴ്സ്, സാറന്മാർ, ടീച്ചേഴ്സ്, ഇവിടുത്തെ ടീച്ചേഴ്സ് പ്രത്യേകിച്ച് അവർക്ക് നമ്മളുടെ മാനസിക പ്രശ്നത്തെക്കുറിച്ച് വലിയ ബോധമല്ല അവർ. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞാലും നമുക്ക് കേൾക്കില്ല. സോ വി ഹാവ് ടു ഗോ, അല്ലെങ്കിൽ വി ഹാവ് ടു അറ്റൻഡ് ദ ക്ലാസ്. പണ്ട് നമ്മുടെ അച്ഛനമ്മയും ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ, അവർക്ക് വയ്യാങ്കിലും വിഷമമാണെങ്കിലും മെൻ്റലി ഓക്കെ അല്ലെങ്കിലും അവർ ജോലി ചെയ്താലേ അവരെ മക്കളെ പഠിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിരിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത. ഇന്ന് എൻ്റെ അച്ഛനമ്മയും മാത്രമല്ല, ഒരുപാട് ആൾക്കാരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അവർ കാരണമാണ് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് പോലും. അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും വയ്യാങ്കിൽ പോലും ദേ ചൂസ് ടു ഗോ ഫോർ വർക്ക്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദം. എനിക്ക് അവരെന്ന് പറയുന്നത് ഭയങ്കര ദൈവമാണ്. ഓക്കെ, അവരെ ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. സോ ഗൈസ്, അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, എനിക്കിത് നിങ്ങളോട് പറയണം തോന്നി. സോ ഞാൻ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനിയുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. സോ നാളെ നമ്മുടെ 16th ഡേ ഓഫ് ചലഞ്ചാണ്. അത് കിടിലമാക്കി ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. പ്ലീസ് എൻ്റെ അമ്മയുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി ഇത് കാണുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കാം. ഓക്കെ, ഷീസ് എ സ്ട്രോങ് വുമൻ. കഴിഞ്ഞ വർഷം എൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടായിരുന്ന നാട്ടിൽ സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും വർഷം ഞങ്ങളെ നോക്കിയത് ഒരു കുറവില്ലാതെ തന്നെയാണ് ഞങ്ങൾ നോക്കിയത്, എൻ്റെ അച്ഛനും അമ്മയും. ഇപ്പം
ഇപ്പോൾ അവരുടെ കയ്യിൽ ഇപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സോ ദാറ്റ്സ് നോട്ട് ദ ഹോൾ പോയിന്റ്. സോ യാ, അപ്പം ഈ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ കൂടെ അമ്പലത്തിലൊക്കെ പോകാൻ പറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. സോ എല്ലാ വർഷവും നമ്മൾ വിചാരിക്കുന്ന പോലുള്ള കാര്യങ്ങൾ നടക്കത്തില്ലല്ലോ. സോ ഇറ്റ്സ് ഓക്കെ ആൻഡ് ഓക്കെ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമ്മുടെ 16ാമത്തെ ദിവസത്തിൽ ജസ്റ്റ് ഞാൻ നല്ല രീതിക്ക് തന്നെ മാസമായിട്ട് വരുന്നതായിരിക്കും. സോ 15th day is actually a blur ഇതായിരുന്നു. സോ ഇറ്റ്സ് ഫൈൻ. എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ല. ഞാൻ ഹ്യൂമൻ ആണ്, ഐ എം നോട്ട് എ റോബോട്ട്. സോ യാ, അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തേക്ക് എണീറ്റു, ബട്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഫൈൻ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. പിന്നെ ഇനി എനിക്ക് ചെയ്യാനുള്ളതൊന്നുമില്ല. ഒരു മാനുവൽസ് ഒക്കെ എഴുതാം, വൈകിട്ട് ചായ കുടിക്കണം, പ്രാർത്ഥിക്കണം. സോ ബൈ.